ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രുതീസ് ഫുഡ് ലാബ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നോർത്തിലൊക്കെ ഒരുപാട് ഡിമാൻഡുള്ള ഒരു പാകിസ്ഥാനി സ്ട്രീറ്റ് ഫുഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് ചിക്കൻ കറാഹി. അപ്പോൾ ഇത് ഒരുപാട് സ്പൈസസ് ഒക്കെ ചേർത്ത് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സൈഡിലുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലേറ്റസ്റ്റ് വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. ചിക്കൻ കറാഹി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും 1 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറുവപ്പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. അളവൊക്കെ ഞാൻ ഇൻഗ്രീഡിയൻസിൽ കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് കുറച്ച് കുരുമുളകും കുറച്ച് ഗ്രാമ്പൂവും കുറച്ച് ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കാം. ബേ ലീവ്സ് ചേർത്ത് കൊടുക്കാനും മറക്കരുത്. ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് ഞാൻ 1 കിലോ ചിക്കനാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ക്ലീൻ ചെയ്ത ശേഷമാണ് 1 കിലോ. ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു റെസിപ്പിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് നമ്മൾ ഉള്ളി ചേർക്കില്ല. ഉള്ളി ചേർക്കാതെയാണ് ചിക്കൻ കറാഹി ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി ചതച്ചതും 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ്റെ ഈ ഒരു പിങ്ക് കളർ മാറുന്നവരെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ചിക്കൻ്റെ പിങ്ക് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 6 തക്കാളി, ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. 6 തക്കാളി നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തോല് കളഞ്ഞ തക്കാളിയാണിത്. ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനി വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് വേവിച്ചെടുക്കുമ്പോഴേക്കും തക്കാളി ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. ഒരു മിനിറ്റ് വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് 3 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. മുളകിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ചാട്ട് മസാല കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതില്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് വീണ്ടും വഴറ്റിയെടുക്കാം. മസാലയുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം 15 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാണ് വേവിച്ചെടുക്കുന്നത്. 15 മിനിറ്റ് കഴിയുമ്പോഴേക്കും ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. കാണുന്ന തക്കാളിയൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഉടച്ചുകൂടി കൊടുക്കാം. എല്ലാം നല്ല സോഫ്റ്റായി തന്നെ വന്നിട്ടുണ്ട്. ഇനി എരിവിന് വേണ്ടിയിട്ട് നമ്മൾ 4 പച്ചമുളക് നടുവേ കീറിയതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 4 ടേബിൾ സ്പൂൺ അളവിൽ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. കട്ട തൈരാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ചിക്കൻ വെന്തപ്പോൾ അതിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ് ഈ കാണുന്നത്. മിക്സ് ചെയ്തെടുത്ത ശേഷം വീണ്ടും ഒരു 5 മിനിറ്റ് കൂടി നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. എരിവൊക്കെ നന്നായിട്ട് ഇറങ്ങി വരട്ടെ. ഇപ്പം നമ്മുടെ ചിക്കൻ കറാഹി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി 1-2 ഇൻഗ്രീഡിയൻസ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാനുണ്ട്. അതിന് മുമ്പായിട്ട് ഉപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നോർത്ത് ഇന്ത്യൻ ഡിഷസിലൊക്കെ ഈ മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റാണ് കസൂരി മേത്തി. അതും കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 1 ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് മല്ലിയിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ വെച്ച് ഇതൊന്ന് കുറുക്കിയെടുക്കാം. ഞാനിപ്പോൾ ഒരു 5 മിനിറ്റ് വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഇഞ്ചി ഇങ്ങനെ നീളത്തിലരിഞ്ഞതാണ്. അപ്പോൾ ഇതിൻ്റെ മേജറായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റാണ് ലാസ്റ്റിൽ ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ വീണ്ടും 1-2 മിനിറ്റ് കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടോടെ തന്നെ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ ഒക്കെ സെർവ് ചെയ്യാം.
അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറാഹി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഉള്ളിയൊന്നും ചേർക്കാത്തൊരു ചിക്കൻ കറിയാണ്. നമ്മൾ ഇതുവരെ വെച്ചിട്ടില്ലാത്ത രീതിയിലുള്ളൊരു ചിക്കൻ കറിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഞാനിതിപ്പോൾ ഇതിൻ്റെ ഒരു പീസസൊക്കെ ഒന്ന് മുറിച്ചുകൂടി കാണിച്ചു തരാം. ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായങ്ങൾ കമൻസിൽ പറയാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം.